കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്നതാണ്. എന്തെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പെൺകുട്ടി ഉറപ്പിച്ച നിശ്ചയമൊക്കെ കളഞ്ഞിട്ട് ഒരു ഹിന്ദു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഈ ഒരു പയ്യനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഒരു പയ്യൻ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് 2 കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളതാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ആ ഒരു ചെറുക്കിനെതിരെ ഫാൾസ് ആയിട്ടുള്ള അലിഗേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഇതിന് ശേഷം ആ ഒരു പെൺകുട്ടിയും ആ ഒരു പയ്യനും കൂടെ ഒരുമിച്ചിരുന്ന ഒരു ലൈവ് വീഡിയോ ഒക്കെ ഇട്ട് അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഞാൻ വേറെ കല്യാണം കഴിച്ചൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ ആൾക്കാരുണ്ടാക്കി പറയുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ മതം മാറ്റിയെന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് തന്നെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു സംഭവം, ഇതേ കണക്ക് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു പയ്യനും കൂടെ കല്യാണം കഴിക്കുകയുണ്ടായി. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേന് കുറേയധികം പേര് ഈ ഒരു വീഡിയോസിനൊക്കെ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരിങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇവൾ ചെയ്ത് ഭയങ്കര തെറ്റാണ്, എന്താ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ ആ ഒരു പയ്യൻ ഒരു 2 മാസമൊക്കെ ഒരുമിച്ച് ജീവിക്കും, അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാം പിന്നെ കാണാൻ പറ്റുന്ന മരിച്ച നിലയിലായിരിക്കും, ഇവൻ ചതിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ പയ്യനെയും ആ ഒരു പെണ്ണിനെതിരെ ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ആ പയ്യനെതിരെ, കാരണം ഒരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഓരോരുത്തരുടെ ഡിസിഷനാണ്. ഇപ്പം മതവും കാര്യങ്ങളും ഒക്കെ ഇല്ലാതെ നോക്കിയ ഒരു ആണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, അതവരുടെ ഡിസിഷനാണ്. കല്യാണം കഴിക്കുക, മതമോ കാര്യങ്ങളോ ഒന്നും നോക്കാതിരുന്ന അതവരിഷ്ടമാണ്. ആരവരുടെ കൂടെ ജീവിക്കണം, ബാക്കിയുള്ള ജീവിതം എന്നുള്ളത് അവരുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കും, ഇന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കാവുന്നൊന്നും അതൊന്നുമില്ല. അത് ആ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. ആ ഒരു വ്യക്തിയോട് ഇഷ്ടമാണെങ്കിൽ, ഒരു വ്യക്തി ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാം. അതല്ലാതെ അതോടെ തന്നെ കുറേ പേര് പറഞ്ഞ് മറ്റേ നിശ്ചയം ഉറപ്പിച്ചൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ ആ പയ്യൻ്റെ കാര്യം തോന്നുന്നത് അത് ശരിയാണ്. പക്ഷേ വീട്ടുകാരോട് ഈ ഒരു പെൺകുച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറൊരു വ്യക്തി ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം. അത് മറച്ച് വെച്ചിട്ടാണ് ആ ഒരു വീട്ടുകാരെന്ത് ചെയ്യുന്നത്, കല്യാണത്തിലേക്ക് മുന്നോട്ട് വന്നത്. ആ ഒരു പയ്യൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് വേറെ കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് അവരവരുടെ ഇഷ്ടമാണ്. കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്നത് കേട്ട്, ഈ പെണ്ണ് ഇതിനെ അനുഭവിക്കും, ഒരു മുസ്ലിം പെൺകുട്ടിയല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഓരോ കമൻസും കാര്യങ്ങളും. അത് ചില കമൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും, എന്താണ് സംഭവിക്കുന്നുള്ള ഒരു കാര്യം. അതേ കണക്ക് തന്നെ ഇതിപ്പോഴും ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ എടുത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, അവരെ പാട്ടിന് പോകാൻ വിടുക, അവരിഷ്ടത്തിന് അവർ ജീവിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലായതുകൊണ്ട് ഇതിനും കൂടെ പറയാൻ പറ്റും. ബാക്കിയുള്ളിടത്താണെങ്കിൽ ഇതൊന്നും എനിക്കറിയില്ല, ഇത് വേറെ രീതിയായിരിക്കും. എന്നിരുന്നാലും അവരെ പാട്ടിന് വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.